എന്റെ സ്മരണയിൽ നിന്ന് തെന്നിമാറി ജീവിക്കുന്നവർ ആ ആളുകൾക്ക് ഏറ്റവും സങ്കുചിതമായ ജീവിതമാണ് അവർക്കുള്ളത്. അവർ കൊട്ടാരം പണിതിരിക്കാം, അവർക്ക് വീടിന്റെ മുമ്പിൽ വാഹനങ്ങൾ നിരനിരയായി നിൽക്കുന്നുണ്ടാകാം, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ദിക്റില്ല. ആ വീട്ടിൽ യാസീൻ ഓതപ്പെടാറില്ല. മഗ്രിബ് കഴിഞ്ഞാൽ അവിടെ ഖിറാഅത്തുൽ ഖുർആൻ നടക്കുന്നില്ല, അവിടെ അല്ലാഹുവിന്റെ സ്മരണ നടക്കുന്നില്ല, മക്കൾക്ക് ദീൻ പഠനം സാധ്യമാകുന്നില്ല. ഭൗതികമായ എല്ലാം അവിടെയുണ്ട്. ഇത്തരം ആളുകൾക്ക് എത്രയായിരം സ്ക്വയർ ഫീറ്റുകൾ വിശാലതയുണ്ടെങ്കിലും അവരുടെ മനസ്സ് ഇഞ്ചുകളോളം ചുരുങ്ങിയതാണ്. മനസ്സ് ഇടുങ്ങിപ്പോകുമെന്ന് ഖുർആൻ. അല്ലാഹുവിനെ ഓർക്കാത്തവരുടെ മനസ്സ് ഇടുങ്ങിയിരിക്കുകയാണ്. അവർ ചിരിക്കുന്നുണ്ട്, പക്ഷേ സന്തുഷ്ടരല്ല. അവർ ലോകം മുഴുവൻ കറങ്ങുന്നുണ്ട്, പക്ഷേ ആശ്വാസം ലഭിക്കുന്നില്ല. അതിവിടെയാണ് കിട്ടുന്നത്. നീ അന്വേഷിക്കുന്ന സമാധാനം നിന്റെ രണ്ട് ചുണ്ടുകളിൽ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനോടുള്ള സ്വലാത്ത്, അല്ലാഹുവിന്റെ ദിക്ർ, ആ നാവിൻ തുമ്പത്ത് കിട്ടുന്ന സാധനം അന്വേഷിച്ചുകൊണ്ടാണ് മദ്യഷാപ്പുകളിൽ കയറിയിറങ്ങുന്നത്. അതിന്റെ പിന്നാലെ ഓടുമ്പോഴാണ് വ്യഭിചാരങ്ങൾ ചെന്നുപെടുന്നത്. അതന്വേഷിച്ചോടുമ്പോഴാണ് റോക്ക് മ്യൂസിക്കുകൾക്ക് അടിമകളായി മാറുന്നത്. ആ സമാധാനം അന്വേഷിക്കുമ്പോഴാണ് മനുഷ്യന്റെ കൈകളിൽ ഗാഡ്ജറ്റുകളുടെ സ്ക്രീനുകളിൽ ആഭാസം കാണുന്ന അഡിക്ഷൻ മനുഷ്യന് വന്നു പോകുന്നത്. പക്ഷെ അതിന്റെ ഒക്കെ പകരം അലാ ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുമ്പോൾ സമാധാനം അല്ലാഹു നൽകുന്നുണ്ട്. ഇത്